ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തേതൊരു മോർണിംഗ് വ്ളോഗാണ് കേട്ടോ. അപ്പം രാവിലെ ആസ് യൂഷ്വൽ എക്സസൈസിന് പോവുകയാണ്. അപ്പോൾ ഇന്ന് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. 6 to 6:30 ആണ് ഞാൻ സാധാരണ എക്സസൈസിന് പോകാറുള്ളത്. ഇപ്പം ഇന്ന് എത്തിയപ്പോൾ 6:15 അതുപോലെ തിരിച്ചു വന്നപ്പോൾ ഒരു 6:50 ആയിട്ടുണ്ട് കേട്ടോ. ഇനി രാവിലെ വേഗം തന്നെ കുക്കിംഗ് ഫിനിഷ് ചെയ്യാനാണ് വിചാരിക്കുന്നത്. എന്തെങ്കിലും പ്രത്യേകിച്ച് തിരക്കുണ്ടായിട്ടല്ല കേട്ടോ. പക്ഷേ എനിക്ക് നല്ല ഇഷ്ടമാണ് ഇങ്ങനെ രാവിലെ തന്നെ എല്ലാ കുക്കിങ്ങും ചെയ്ത് തീർക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എല്ലാ ദിവസവും അങ്ങനെ ചെയ്യാറില്ല, പക്ഷേ ഇന്നത്തെ ദിവസം ഞാൻ അങ്ങനെ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഉണ്ടാക്കുന്നത് സാമ്പാർ, പിന്നെ ചീര തോരൻ വെക്കണം. അപ്പോൾ ചീര അരിഞ്ഞിട്ടില്ല, സാമ്പാർ കഷ്ണം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എന്തായിരുന്നു, പുട്ടും പയറുമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല ഹെൽത്തി റെസിപ്പീസ് ഒക്കെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ രാവിലെ തന്നെ ആസ് യൂഷ്വൽ ലോണ്ട്രി ചെയ്യാണ് കേട്ടോ. എല്ലാ ദിവസവും ഒരു ലോഡ് ലോണ്ട്രി രാവിലെ തന്നെ ചെയ്യാറുണ്ട്, കുക്കിങ്ങിന് മുന്നേ ആയിട്ട് തന്നെ. അപ്പോൾ അത് എന്തായാലും വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ എന്താ പയർ കുതിർത്ത് വെച്ചത് വേഗം തന്നെ കുക്കറിൽ വേവിക്കാൻ വെക്കുകയാണ്. ഇവിടെ ഉണ്ടാക്കുന്നതിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും ഹെൽത്തി ആയിട്ട് ഞാൻ ഉണ്ടാക്കുന്ന മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റത്തിൽ ഒന്നാണ് പുട്ടും പയറും. ഇവിടെ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് കേട്ടോ, എനിക്കും നല്ല ഇഷ്ടമാണ്. അപ്പം മിക്കവാറും ദിവസങ്ങളിൽ പുട്ടും പയറും ഉണ്ടാവും. അപ്പോൾ ഇന്നത്തെ ദിവസം 2 തരം പുട്ട് ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. സാധാരണ നമ്മുടെ അരിപ്പുട്ടും ഉണ്ടാക്കുന്നുണ്ട്, അതുപോലെ റാഗി വെച്ചിട്ടുള്ള പുട്ടും ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമുള്ള കുക്കറാണ് കേട്ടോ, സ്റ്റീലിൻ്റെ കുക്കറാണ്. പക്ഷെ അതിൻ്റെ പിടി ഒടിഞ്ഞു പോയി. ഇതുപോലെ പയറും പരിപ്പൊക്കെ വേവിച്ചെടുക്കാനും അതുപോലെ നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം ഈസി ആയിട്ട് വേവിച്ചെടുക്കാൻ എനിക്ക് ഇഷ്ടമുള്ള നല്ലൊരു കുക്കറാണ് കേട്ടോ, പ്രസ്റ്റീജിൻ്റെ. അപ്പോൾ പയർ വേവിക്കാൻ വെച്ചു. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ പുട്ടുപൊടി നനച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ പലതരത്തിലുള്ള പുട്ടുപൊടി ഉപയോഗിക്കാറുണ്ട്. പൊൻകതിർ, പിന്നെ KK, അജ്മി, അങ്ങനെയുള്ള എല്ലാ ബ്രാൻഡുകളും ഞാൻ മാറി മാറി ഉപയോഗിക്കാറുണ്ട് കേട്ടോ. ഇപ്പോൾ കുറച്ചായിട്ട് സ്റ്റീംഡ് പുട്ടുപൊടി തന്നെയാണ് ഉപയോഗിക്കുന്നത്. സ്റ്റീംഡ് പുട്ടുപൊടി എന്ന് പറഞ്ഞാൽ നമ്മൾ വെറുതെ പച്ചവെള്ളം, ഉപ്പ് ചേർത്ത പച്ചവെള്ളം വെച്ച് നനച്ചെടുത്താൽ ഈസി ആയിട്ട് നല്ല അടിപൊളി പുട്ട് റെഡിയായി കിട്ടും. അത് തന്നെയാണ് ഞാനിപ്പോൾ ചെയ്യാറ്. പണ്ട് ചെയ്തിരുന്നത് നമ്മളിങ്ങനെ തിളച്ച വെള്ളം പുട്ടുപൊടിയിലോട്ട് ഒഴിച്ചിട്ട് പിന്നെ നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം മിക്സിയിലിട്ട് അടിച്ചെടുക്കുന്ന ഒരു മെത്തേഡായിരുന്നു ചെയ്തിരുന്നത്. എനിക്കത് മാറാൻ ഒത്തിരി ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. എനിക്ക് ആ ഒരു ടേസ്റ്റ് തന്നെയായിരുന്നു പണ്ടും ഇഷ്ടം. പക്ഷേ ഇപ്പോൾ ഈ ബ്രാൻഡ്സൊക്കെ വന്ന പിന്നെ എനിക്ക് നല്ല ഇഷ്ടമാണ്. പക്ഷേ ബ്രാഹ്മിൻസ് ഒന്നും എനിക്ക് സ്റ്റീംഡ് പുട്ടുപൊടി എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല അതിൻ്റെ ടേസ്റ്റ്. പക്ഷേ ഈ KK പിന്നെ പൊൻകതിർ അതുപോലെ അജ്മി, ഈ 3 ബ്രാൻഡും നല്ല ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യമേ അരിപ്പുട്ട് നനച്ചെടുക്കുകയാണ്, അതിനുശേഷം റാഗി പുട്ടുപൊടി നനച്ചെടുക്കണം. വീട്ടിൽ ഞാൻ മാത്രമേ റാഗി കഴിക്കാറുള്ളൂ കേട്ടോ, മോൾക്ക് വലിയ പ്രശ്നമില്ല. പക്ഷേ ബാക്കി എല്ലാവർക്കും സാധാരണ അരിപ്പുട്ട് തന്നെയാണ് ഇഷ്ടം. അപ്പോൾ ഇതിലെന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ഞാൻ എടുത്തിട്ട് ഫ്രിഡ്ജിൽ വെക്കും. അടുത്ത ദിവസം വീണ്ടും അരിഭക്ഷണമാണെങ്കിൽ ഞാൻ ചിലപ്പം ഈ പുട്ട് തന്നെയായിരിക്കും കഴിക്കുന്നത്. അതല്ലെങ്കിൽ അതിനനുസരിച്ച് വേറെ എന്തെങ്കിലും, ചില സമയത്ത് ഞാൻ അപ്പത്തിൻ്റെ റാഗി വെച്ചിട്ട് അപ്പമൊക്കെ ഉണ്ടാക്കിയിട്ട് കാണിച്ചിട്ടില്ലേ, അങ്ങനെയും ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ വേഗം റാഗിയുടെ പൊടിയും കൂടി നനച്ചെടുക്കണം. വലിയ വ്യത്യാസമൊന്നുമില്ല കേട്ടോ, നമ്മൾ സാധാരണ അരിപ്പുട്ട് നനയ്ക്കുന്ന പോലെ തന്നെയാണ്. ടേസ്റ്റ് ആണെങ്കിലും വലിയ പ്രശ്നമൊന്നും ഇല്ലാത്തൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ പുട്ട് കുറച്ച് നേരം നനച്ച് വെച്ചാലാണ് അതിൻ്റെ കറക്റ്റ് വീർത്ത് അതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസിയിലോട്ട് വരുള്ളൂ. അപ്പോൾ അത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചു. അപ്പോൾ ഞാൻ പരിപ്പ് വെള്ളത്തിൽ രാവിലെയാണ് കേട്ടോ ഇട്ടത് വെള്ളത്തിൽ. അപ്പം ശരിക്കും കുതിർന്നിട്ടില്ല, പക്ഷെ എന്നാലും വേഗം തന്നെ പണികൾ തീർക്കാൻ വിചാരിച്ചിട്ടുണ്ടല്ലോ. അതല്ലെങ്കിൽ നമുക്ക് കുറച്ച് നേരം കഴിഞ്ഞ് പരിപ്പ് നന്നായിട്ട് കുതിർന്നതിന് ശേഷം വിസിൽ കൊടുക്കുന്നത് തന്നെയാണ് നല്ലത്. പക്ഷെ ഞാനിപ്പോൾ എന്തായാലും എനിക്ക് വേഗം കുക്കിംഗ് തീർക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ പരിപ്പ് പെട്ടെന്ന് വെന്ത് കിട്ടാൻ നമുക്ക് ഏറ്റവും നല്ലത് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ട് അടിച്ചെടുക്കുകയാണ്. പക്ഷെ എന്തായാലും ഒരുപാട് നേരം നമ്മൾ കുതിർത്തിട്ടില്ലെങ്കിൽ എന്തായാലും കുറച്ചധികം നേരം തന്നെ കുക്കറിൽ വിസിൽ കൊടുക്കേണ്ടി വരും. അതല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഒരു വിസിൽ അല്ലെങ്കിൽ 2 വിസിലുകൊണ്ട് തന്നെ പരിപ്പ് നല്ലപോലെ വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ എപ്പോഴും കുതിർത്തിട്ട് പരിപ്പ് വേവിക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. ഇനി ഇൻ കേസ് കുതിർത്തിട്ടില്ലെങ്കിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് വേവിക്കുകയാണെങ്കിൽ നമുക്ക് എന്തായാലും വെന്ത് കിട്ടും. ഇനി വേഗം തോരൻ്റെ പണി നോക്കാം. അപ്പോൾ ചീര ഞാൻ കഴുകി എടുത്തിട്ടുണ്ട്, അത് പെട്ടെന്ന് തന്നെ അരിഞ്ഞെടുക്കണം. എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ ചീര തോരൻ വെക്കുന്നത്. ചുവന്ന ചീരയും പച്ചച്ചീര ഏതാണെങ്കിലും കുഴപ്പമില്ല, എപ്പോൾ കിട്ടിയാലും വാങ്ങാൻ നോക്കലുണ്ട്. പക്ഷേ ചീര നല്ല പോലെ കഴുകിയെടുക്കണം എന്നാണ് പറയണത്. അതുപോലെ ഈ ചീരയുടെ തണ്ട് നല്ല കട്ടിയുള്ള ആ ഒരു ഭാഗം ഞാൻ മാറ്റി വെച്ചിട്ട് ചില സമയത്ത് അത് പിന്നെ ചെറിയതായിട്ട് അരിഞ്ഞിട്ട്
വേറൊരു ദിവസം രണ്ടാമത്തെ ദിവസമൊക്കെ ഞാൻ അതാദ്യം വേവിച്ചതിന് ശേഷം പിന്നെ ഇല ആഡ് ചെയ്തിട്ട് തോരൻ വയ്ക്കും. ചില സമയത്ത് നമ്മൾ സൂപ്പ് പോലെ ഉണ്ടാക്കുമ്പോൾ അതിനകത്തും ഈ ചീരയുടെ കട്ടിയുള്ള തണ്ട് ചേർത്തിട്ട് അത് തിളപ്പിച്ചെടുത്ത് അരിച്ച് അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നെന്തായാലും ആ തണ്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. തണ്ട് നല്ല നൈസായിട്ട് അരിഞ്ഞെടുക്കാൻ പറ്റുമെങ്കിൽ അത് ഈ തോരനിൽ തന്നെ വെന്ത് കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പം വേഗം തന്നെ ചീര കൂട്ടിപ്പിടിച്ചങ്ങ് അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ. ചെറിയ നൈസായിട്ട് കിട്ടണമെന്നൊന്നുമില്ല. ഞാൻ എന്തായാലും ചീര ഒതുങ്ങി വരുമ്പോൾ എല്ലാം ഒരേപോലെ കിട്ടുമല്ലോ, പെട്ടെന്ന് പെട്ടെന്ന് തന്നെ അരിഞ്ഞെടുക്കുകയാണ്. അപ്പോൾ പയർ മെഴുക്കുരട്ടിയാക്കി എടുക്കണ്ടേ, അതിന് വേണ്ടിയിട്ട് സവാളയാണ് കേട്ടോ ചേർക്കുന്നത്. ഒരു സവാള നന്നായിട്ട് മൊരിയിച്ചെടുത്തിട്ട് അതിനകത്ത് തരിമുളകും ചേർത്ത് പയറങ്ങ് വലത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. ശരിക്കും ഉള്ളിയൊക്കെ ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. പക്ഷേ ഇങ്ങനെ ചെറിയ ഉള്ളിയൊക്കെ രാവിലെ നമുക്ക് പെട്ടെന്ന് നന്നാക്കി എടുക്കാൻ നല്ല ബുദ്ധിമുട്ടല്ലേ. അപ്പം ഞാൻ സവാള തന്നെയാണ് കേട്ടോ ചേർക്കാറ്. അപ്പോൾ പയർ റെഡി ആയിട്ടുണ്ട്, വേവൊക്കെ കറക്റ്റായിട്ടുണ്ട്. അപ്പോൾ സവാള മുരിഞ്ഞ് വരുന്ന സമയം കൊണ്ട് പുട്ട് നനച്ചത് ശരിയായി വന്നിട്ടുണ്ട് കേട്ടോ, അതിൻ്റെ നനവിൻ്റെ കൺസിസ്റ്റൻസിയൊക്കെ. അപ്പോൾ ഞാൻ വേഗം തന്നെ പുട്ടുകുറ്റിയിലോട്ട് നമ്മുടെ പുട്ട് ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ പുട്ട് അവിടെ ഇരുന്ന് റെഡി ആവട്ടെ. അപ്പോഴത്തേനും നമുക്ക് നമ്മളുടെ തരിമുളകൊക്കെ ചേർത്ത് പെട്ടെന്ന് നമുക്ക് പയർ റെഡിയാക്കി എടുക്കാം. അപ്പം ഇങ്ങനത്തെ മെഴുക്കുവരട്ടിയൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ പുട്ടിൻ്റെ കൂടെ. പക്ഷേ ഇവിടെ ഈ പയറിൻ്റെ ചാറുകറി ആർക്കും തന്നെ ഇഷ്ടമല്ല. നല്ല പയർ നല്ലപോലെ വേവിച്ചൊരു ചാറുകറി ആക്കി എടുക്കില്ലേ, അത് ഇവിടെ അത്ര ഇഷ്ടമല്ല. ഇങ്ങനെ മണി പോലത്തെ പയറാണ് എല്ലാവർക്കും ഇഷ്ടം. അടുത്തത് തോരൻ റെഡിയാക്കി എടുക്കാം. അപ്പോൾ കടുകൊക്കെ പൊട്ടിച്ച് ഞാൻ തേങ്ങ ചേർത്തു, അതിനകത്തോട്ട് പച്ചമുളക് അരിഞ്ഞിട്ടു, പിന്നെ ചെറിയ ഉള്ളി അതും അരിഞ്ഞിട്ടു, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടത്തിന് അങ്ങ് ചേർത്തിട്ട് നല്ലപോലെ ഇളക്കി ചീരയും കൂടി ചേർത്ത് ഇളക്കി തട്ടിപ്പൊത്തി വെച്ചാൽ ചീരത്തോരൻ റെഡി. ശരിക്കും തോരൻ വെക്കുന്ന മെത്തേഡൊന്നുമല്ല ഞാൻ, പക്ഷേ എളുപ്പത്തിൽ ഈ ഒരു രീതിയിലാണ് കേട്ടോ ചീരത്തോരൻ വെക്കുന്നത്. അപ്പോൾ ചീര ചേർത്ത് അത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ പിന്നെ അത് അവിടെ ഇരുന്ന് ആയിക്കോളുമല്ലോ. അപ്പം കുക്കർ തുറന്ന് ഞാൻ പരിപ്പ് നോക്കുകയാണ്. അപ്പം ശരിക്കും അങ്ങ് വെന്തിട്ടില്ല. അപ്പം ഞാൻ കുറച്ച് ചൂടുവെള്ളം കൂടി ചേർത്തിട്ട് പിന്നെയും ഒന്ന് മൂടി വെച്ച് വേവിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ രാവിലെ തന്നെ ഒന്ന് പരിപ്പ് കുതിരാൻ വെച്ചിരുന്നെങ്കിൽ എനിക്ക് ഇത്രയും പണി ഉണ്ടാവില്ലായിരുന്നു കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ പുട്ട് പയ്യെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഓരോന്നായിട്ട് കുറ്റിയിൽ നിന്ന് നമ്മൾ റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ അടുത്ത സെറ്റ് നമുക്ക് കുറ്റിയിൽ കയറ്റണം. ഇനിയിപ്പോൾ സാമ്പാറും കൂടി റെഡിയായാൽ മതിയല്ലോ. പുളി ഞാൻ വെള്ളത്തിലിട്ട് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൗണ്ടർ ടോപ്പ് ഞാൻ ജസ്റ്റ് ഒന്ന് തുടച്ച് മാറ്റുകയാണ് കേട്ടോ. അപ്പോൾ പുട്ടുണ്ടാക്കുമ്പോൾ എപ്പോഴും ഉള്ളൊരു ബുദ്ധിമുട്ടാണ്, കൗണ്ടർ ടോപ്പ് പെട്ടെന്ന് ഇങ്ങനെ തരി തരി പോലെ വീണ് വൃത്തികേടാവും. അപ്പം ഇതുപോലെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി ഇടുകയാണ്. ഇതിൻ്റെ ഇടയിൽ സാമ്പാർ കഷ്ണങ്ങൾ വേവിച്ച് റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ പുളി പിഴിഞ്ഞൊന്ന് ചേർക്കുകയാണ്. പിന്നെ ജസ്റ്റ് ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമ്മൾ കടുകും വറ്റൽമുളകും ഒക്കെ താളിച്ച് സാമ്പാർ പൊടിയും ചേർത്തിട്ട് ഈ സാമ്പാറിലോട്ട് ചേർക്കുകയാണ്. ലാസ്റ്റ് മല്ലിയിലയും ആഡ് ചെയ്യും. ഇങ്ങനെയാണ് കേട്ടോ ഞാൻ സാമ്പാർ ഉണ്ടാക്കുന്നത്. പിന്നെ ഇനിയിപ്പോൾ ചോറും കൂടി വെക്കാനുള്ളൂ. ചോറ് ഞാൻ ലേറ്റായിട്ടാണ് കേട്ടോ വെക്കുന്നത്, ഒരു 12 മണിയൊക്കെ ആവും വെക്കുമ്പോൾ. അപ്പം നല്ല ചൂടിനൊക്കെ തന്നെ കിട്ടുമല്ലോ. അങ്ങനെ എൻ്റെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ലഞ്ചിൻ്റെ പരിപാടികളൊക്കെ തന്നെ തീർന്നിട്ടുണ്ട്. പുട്ടും പയറും അതുപോലെ സാമ്പാറും ചീരത്തോരനും. പിന്നെ ഞാൻ ചോറിൻ്റെ സമയത്ത് ഒരു മുട്ട പൊരിച്ചെടുക്കും, ചിലപ്പോൾ പപ്പടം പൊരിച്ചെടുക്കും, അച്ചാറെടുക്കും, ഇതൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പം എന്തായാലും മെയിനായിട്ടുള്ള കുക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇത് ഞാൻ ചെയ്യാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ശരിക്കും സാധാരണ ലഞ്ചൊക്കെ കുറച്ച് ലേറ്റായിട്ടാണ് ഉണ്ടാക്കുക. അപ്പം ഇങ്ങനെ ചെയ്യുന്ന ദിവസം ശരിക്കും പറഞ്ഞാൽ എനിക്ക് നല്ല എളുപ്പമാണ് കേട്ടോ കാര്യങ്ങൾ. മെയിൻലി നമ്മുടെ പാത്രം കഴുകൽ ആ രാവിലത്തെ പാത്രം ഡിഷ് വാഷിങ്ങോട് കൂടി തന്നെ കുറേ അധികം പാത്രങ്ങൾ കഴിഞ്ഞ് കിച്ചൺ ഒന്ന് പെട്ടെന്ന് തന്നെ നീറ്റാവുന്ന പോലെ ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ സ്ലോലി ഈ ഒരു റുട്ടീനിലോട്ട് വരാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അതായത് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും രാവിലെ തന്നെ കുക്കിംഗ് ചെയ്ത് തീർക്കുന്ന ഒരു ഹാബിറ്റിലോട്ട് ഞാൻ പയ്യെ എന്നെ തന്നെ ട്രെയിൻ ചെയ്തെടുക്കുകയാണ് കേട്ടോ. കുറച്ച് ചെടികളും കൂടി നിങ്ങൾക്ക് കാണിക്കാം കേട്ടോ. ദ ഗോൾഡൻ മണി പ്ലാന്റ് ഇതുപോലെ പടർത്തിയെടുത്തതാണ് കേട്ടോ. ഇൻഡോറായിട്ട് ഞാൻ വെച്ചേക്കുന്നതാണ്. ഈ ഒരു പ്ലാന്റിൻ്റെ പേര് എനിക്കറിയില്ല, പക്ഷെ അതിൽ നിന്ന് ഇപ്പം ചെറിയ തൈകൾ മുളച്ചു വരുന്നുണ്ട്. അതുപോലെ പിങ്ക് പൂവുള്ള പ്ലാന്റ്,
ഇനി ഈ സ്പൈഡർ പ്ലാന്റ് ഇപ്പം നല്ലപോലെ നന്നായിട്ടുണ്ട് കേട്ടോ. അതുപോലെ മുല്ല കുറച്ചൊക്കെ ഒന്ന് പൂവിട്ടിട്ടുണ്ട്. ശരിക്കും നശിച്ചു പോകാനായ മുല്ലയായിരുന്നു കേട്ടോ. ഇപ്പം നല്ലപോലെ പൂവൊക്കെ ഇടുന്നുണ്ട്. അതുപോലെ ബൊഗെയിൻ വില്ല എൻ്റെ കയ്യിൽ 3 കളർ ഉണ്ടായിരുന്നു കേട്ടോ. മജന്ത, വെള്ള, അതുപോലെ മഞ്ഞ. ഇതിൽ മഞ്ഞ മാത്രമേ ഇപ്പോൾ സർവൈവ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ എൻ്റെ രാവിലത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഉള്ളൊരു വ്ളോഗായിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വ്ളോഗ് ഒരു അടിപൊളി ക്ലീനിങ് മോട്ടിവേഷൻ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.